ഒരേ സമയം ശാന്തനായിരിക്കാനും എന്നാൽ പെട്ടെന്ന് ദേഷ്യം വന്ന് എടുത്തു ചാടാനും കഴിയുന്ന ഒരാളെ നിങ്ങൾക്കറിയാമോ? ആ, നമ്മുടെ എല്ലാം പരിചയത്തിൽ കാണും അങ്ങനെയുള്ളവർ. ഒരുപക്ഷേ അവർ മകയിരം നക്ഷത്രക്കാരാകാം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈയൊരു സവിശേഷ സ്വഭാവത്തെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് മകയിരം നക്ഷത്രക്കാർ ഇങ്ങനെ പെരുമാറുന്നത് എന്ന് നമുക്കൊന്ന് ആഴത്തിൽ പരിശോധിക്കാം. തീർച്ചയായും. അപ്പോ നമുക്ക് അടിസ്ഥാന കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാം. ജ്യോതിഷത്തിലെ 27 നക്ഷത്രങ്ങളിൽ 5-മത്തേതാണല്ലോ മകയിരം. അതെ, 5-മത്തേത്. ഇതിന്റെ ആദ്യ പകുതി ഇടവം രാശിയിലും മറുപകുതി മിഥുനം രാശിയിലുമാണ്. ചിഹ്നം ഒരു മാനിന്റെ തലയാണ്. ശരിയാണ്. പിന്നെ ഇതിന്റെ അധിപൻ ചൊവ്വയാണ്, അതായത് ഊർജത്തിന്റെയും പ്രവർത്തനത്തിന്റെയും ഗ്രഹം. പക്ഷെ ദേവതയാവട്ടെ ചന്ദ്രനും, മനസ്സിന്റെയും വികാരങ്ങളുടെയും അധിപൻ. ഇതൊരു എന്താ പറയുക, രസകരമായ ഒരു കോമ്പിനേഷനാണല്ലോ. ചൊവ്വയുടെ തീയും ചന്ദ്രന്റെ തണുപ്പും. അതെ, അവിടെയാണ് ഈ നക്ഷത്രത്തിന്റെ മുഴുവൻ സ്വഭാവവും ഒളിഞ്ഞിരിക്കുന്നത്. ആ ഒരു ഇരട്ട സ്വഭാവം. അതെങ്ങനെയാണ്? നമുക്കാദ്യം ആ ചിഹ്നം നോക്കാം. ഒരു മാൻ. എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന, പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ ഇഷ്ടപ്പെടുന്ന ഒന്നാണല്ലോ മാൻ. വളരെ സൗന്ദര്യമുള്ള, എന്നാൽ എപ്പോഴും ജാഗരൂകനായ ഒരു ജീവി. അതെ. അതുപോലെ ഈ നക്ഷത്രക്കാർക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ചറിയാൻ വലിയൊരു ആകാംക്ഷയുണ്ടാകും, ഒരു അന്വേഷണത്വര. ഓഹോ. ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് ഇടവം രാശിയുടെ സ്വാധീനം. ഇടവത്തിന്റെ അധിപൻ ശുക്രനാണ്. സ്നേഹത്തിന്റെയും കലയുടെയും ഗ്രഹം. അതെ. അതുകൊണ്ടാണ് മകേരം നക്ഷത്രക്കാർക്ക് കലയോടും നല്ല വസ്ത്രങ്ങളോടും ഭക്ഷണത്തോടുമൊക്കെ ഒരു പ്രത്യേക താൽപ്പര്യം വരുന്നത്. അവർക്ക് ചുറ്റും സൗന്ദര്യം വേണമെന്ന് അവരാഗ്രഹിക്കും. അതായത് പുതിയ കാര്യങ്ങൾ പഠിക്കാനും ലോകം കാണാനുമൊക്കെ ഒരു പ്രത്യേക കഴിവുണ്ടായിരിക്കും. പക്ഷേ ഒരു പ്രോജക്റ്റിൽ തന്നെ വർഷങ്ങളോളം ഒരേപോലെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടിയേക്കാം, അല്ലേ? കാരണം മാനിനെ പോലെ മനസ്സെപ്പോഴും പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിക്കൊണ്ടിരിക്കുമല്ലോ. തീർച്ചയായും. അതാണ് ചന്ദ്രന്റെയും മാനിന്റെയും സ്വാധീനം. ഒരു കാര്യത്തിൽ പൂർണ്ണമായി ഉറച്ചു നിൽക്കാൻ ഇവർക്ക് ചിലപ്പോൾ പ്രയാസം നേരിടാം. ശ്രദ്ധ പെട്ടെന്ന് മാറിപ്പോകും. ഇതിന്റെ കൂടെയല്ലേ ചൊവ്വയുടെ ആ ഒരു എനർജിയും വരുന്നത്? അതെ. ചൊവ്വ ധൈര്യത്തിന്റെയും ഊർജത്തിന്റെയും ഗ്രഹമാണ്. അത് നല്ലതാണെങ്കിലും ചില സമയങ്ങളിൽ ചിന്തിക്കാതെ എടുത്തുചാടാനുള്ളൊരു പ്രവണത നൽകും. ഒരു ചെറിയ പ്രകോപനം മതിയാവുമല്ലേ? മതി. ആ ദേഷ്യം പുറത്തുവരാൻ അധിക സമയം വേണ്ട. അപ്പോൾ ഒരു മകേരം നക്ഷത്രക്കാരനൊരു കടയിൽ കയറിയാൽ ഏറ്റവും മനോഹരമായൊരു ഷർട്ട് കണ്ട് ഇഷ്ടപ്പെട്ടു വാങ്ങും. പക്ഷേ വീട്ടിലെത്തും മുൻപ് വേറെ വല്ലതിലും ശ്രദ്ധ പോയി ആ വാങ്ങിയതിനെപ്പറ്റി ചിന്തിക്കാതിരിക്കാനും സാധ്യതയുണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്? ഒരു തരത്തിൽ അതെ. ആ നിമിഷത്തിലെ ആവേശത്തിൽ കാര്യങ്ങൾ ചെയ്യും. പിന്നീട് അതിനെക്കുറിച്ച് അത്ര ഓർക്കണമെന്നില്ല. ഓഹോ. അപ്പോൾ കാട്ടിൽ എപ്പോഴും ജാഗരൂകനായി പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടുന്ന മാനിനെ ഓർക്കുക. അതാണ് മകേരത്തിന്റെ ഒരു ഭാവം. എന്നാൽ ആ മാനിന്റെ ഉള്ളിൽ ഒരു പോരാളിയുണ്ട്, ചൊവ്വയുടെ ഊർജം. അവസരം കാണുമ്പോൾ ചിന്തിച്ചു നിൽക്കാതെ കുതിച്ചു ചാടുന്ന ഒരു വേട്ടക്കാരൻ. അതെ. ഈ വേട്ടക്കാരനെയും മാനിനെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിലാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി. കേൾക്കുമ്പോൾ തന്നെ ഒരു വടംവലി പോലെ തോന്നുന്നുണ്ടല്ലേ? ഒരു വശത്ത് സൗന്ദര്യം ആസ്വദിക്കുന്ന ശാന്തനായ മാൻ, മറുവശത്ത് എടുത്തുചാട്ടക്കാരനായ ഒരു പോരാടി. ഇത് രണ്ടും ഒരാളുടെ ഉള്ളിലുണ്ടാകുമ്പോൾ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ. ഉണ്ട്, തീർച്ചയായുമുണ്ട്. ഇതിനെ എങ്ങനെയാണൊന്ന് മാനേജ് ചെയ്യാൻ പറ്റുക? ഏറ്റവും പ്രധാനം സ്ഥിരത നിലനിർത്താൻ ശ്രമിക്കുക എന്നതാണ്. ഒരു പുതിയ കാര്യത്തിൽ താൽപ്പര്യം തോന്നുമ്പോൾ അതിലേക്ക് എടുത്തുചാടും മുൻപ് ഒരു ദിവസമെങ്കിലും ആലോചിക്കാൻ സമയമെടുക്കുക. ആ മാനിന്റെ ജിജ്ഞാസയെ ഒന്ന് നിയന്ത്രിക്കുക. അതെ. അത് ജോലിയിലും ബന്ധങ്ങളിലും വളരെ ഗുണം ചെയ്യും. പിന്നെ മിഥുനം രാശിയുടെ സ്വാധീനം കാരണം ഇവർക്ക് നന്നായി സംസാരിക്കാൻ കഴിയും. ഓ, സംസാരശേഷി കൂടുതലായിരിക്കും. പക്ഷേ ചിലപ്പോൾ അത് അനാവശ്യ സംസാരത്തിലേക്ക് നയിച്ചേക്കാം, വാക്കുതർക്കങ്ങളിലേക്ക് പോകാം. അപ്പോൾ സംസാരത്തിലും ഒരു നിയന്ത്രണം ആവശ്യമാണല്ലേ? അതെ. സംസാരിക്കും മുൻപ് ഇതിപ്പോൾ പറയേണ്ടതുണ്ടോ എന്ന് സ്വയം ചോദിക്കുന്നത് ചൊവ്വയുടെ എടുത്തുചാട്ടത്തെയും മിഥുനത്തിന്റെ അമിത സംസാരത്തെയും കുറയ്ക്കാൻ സഹായിക്കും. എന്തെങ്കിലും പ്രതിവിധികൾ പരമ്പരാഗതമായി പറയാറുണ്ടോ? ചൊവ്വയുടെ ശക്തിയെ ബാലൻസ് ചെയ്യാൻ ചുവന്ന പവിഴം ധരിക്കുന്നതും, മനസ്സിന് ശാന്തി കിട്ടാൻ നക്ഷത്രദേവതയായ ചന്ദ്രനെ ആരാധിക്കുന്നതും നല്ലതാണെന്ന് പറയാറുണ്ട്. പക്ഷെ അടിസ്ഥാനപരമായി വേണ്ടത് സ്വയം നിയന്ത്രണത്തിനുള്ള പരിശീലനമാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വന്ന കാര്യങ്ങളൊന്ന് ചേർത്ത് വായിച്ചാൽ, മകേരം നക്ഷത്രത്തിന്റെ പ്രത്യേകത എന്നത് മാനിന്റെ സൗമ്യമായ ജിജ്ഞാസയും ചൊവ്വയുടെ ഊർജ്ജസ്വലമായ എടുത്തുചാട്ടവും തമ്മിലുള്ള ഒരു സങ്കലനമാണ്. അതെ.
ആ സന്തുലനം. ഇതിനെ ശരിയായ രീതിയിൽ ബാലൻസ് ചെയ്യുന്നതിലാണ് നിങ്ങളുടെ ജീവിത വിജയമിരിക്കുന്നത്. കൃത്യമായി. നിങ്ങൾ ചിന്തിക്കാനൊരു കാര്യം കൂടി തരാം. ഓക്കെ. ഈ മാനിന്റെയും പോരാളിയുടെയും പുറംചട്ടയ്ക്ക് താഴെ ഒളിഞ്ഞിരിക്കുന്ന മറ്റൊരു ശക്തി കൂടിയുണ്ട്. ഈ നക്ഷത്രത്തിന്റെ യോനീമൃഗം പാമ്പാണ്, അതായത് സർപ്പം. സർപ്പമോ? അത്ഭുതമാണല്ലോ. അതെ, അത് ഊർജത്തെയും കാര്യങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയാനുള്ള ആന്തരികമായ കഴിവിനെയും സൂചിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഒന്നാലോചിച്ചു നോക്കൂ, പുറമേ കാണുന്ന മാനിന്റെ സ്വഭാവത്തിന് താഴെ ഒളിഞ്ഞിരിക്കുന്ന ഈ സർപ്പത്തിന്റെ ഊർജത്തെ നിങ്ങൾ എങ്ങനെയാകും നിങ്ങളുടെ ജീവിതത്തിൽ ക്രിയാത്മകമായി ഉപയോഗിക്കുക?